വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സാഹൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്ന ഒരു ടെക്നിക്കൽ വീഡിയോസ് ഒന്നും അല്ല. ഇന്നെപ്പോൾ നമ്മളെ വീട്ടിൽ സാധാരണയായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വെക്കേഷൻ കാലത്ത് എങ്ങനെ ഒരു മീനെങ്കിലും മുറിക്കാനെങ്കിലും പഠിച്ചേ പറ്റൂ. അപ്പം നമ്മൾ ഒരു മീനിനെ എങ്ങനെ മുറിക്കാം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു വിയേർഡായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ വിചാരിച്ചു. ലോക്ക്ഡൗൺ ആയിട്ട് മീൻ മുറിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ലോക്ക്ഡൗണിനെ കൊണ്ടൊരു കാര്യം ഇല്ലാണ്ടാവും. അപ്പം ഇനി നേരെ മീൻ മുറിക്കലേക്ക് കിടക്കാം. നമ്മളെ കുറച്ച് അയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഒരു കുട്ടി കുട്ടി അയിലകളൊക്കെ മുറിക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ മുറിക്കാൻ തുടങ്ങാം കേട്ടോ. നമുക്ക് ഒരു പഠിക്കുന്ന വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. ഈ മീൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളതെന്ന് പിന്നെ ചിരണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതാ അതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടി വരുന്നത്. ഒരു ഫ്രഷ് വലിയൊരു മീൻ എടുക്കോ. മതി മറ്റെടുത്ത് അതന്നെ. അപ്പൊ നമ്മള് മീനിനെ ചിരണ്ടാൻ പോവാണ്. അതൊരു വലിയ മീനാട്ടോ നമുക്ക് ഫ്രഷ് എടുത്തത്. കിൽസൊക്കെ മീൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ ടെയിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കാം കേട്ടോ. നമ്മളെ സാധനം ഇവിടുത്തെ സൈഡത്തെ വിങ്സൊക്കെ കട്ട് ചെയ്യാണ്. വിങ്സൊക്കെ നമ്മൾ കട്ട് ചെയ്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തലൻ്റെ ഭാഗം കൊണ്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഉള്ളിലത്തെ ചോരൊക്കെ അതങ്ങനെ ഒലിച്ച് വരികയാണ് കേട്ടോ. അതാ നമ്മൾ ആ കണ്ണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണ് അവിടെ തന്നെ ഉണ്ട്, കണ്ണെടുത്തിട്ടില്ല. അപ്പോൾ അതാണ് നമ്മളെ ഗിൽസ് കേട്ടോ. ഗിൽസ് നമ്മളിതാ മുറിക്കാൻ പോവാം കേട്ടോ. ഗിൽസൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് മുറിച്ചത്. നമ്മളൊന്നും കൂടി കേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മുടെ മീനത് അപ്പോൾ പൊരിക്കാനല്ല, മസാല കിട്ടിയിരിക്കുന്ന പൊരിക്കുന്ന വീഡിയോ കിട്ടും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും കേട്ടോ. നമ്മളടുത്ത സ്ലിം ലെങ്തി മീനിനെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് നമ്മളെ പൂച്ച അവിടെ ഇരിക്കുന്നത് കേട്ടോ. കുറെ നേരമായി വിശന്നിട്ട് കരയുന്നു പാവം. നമ്മള് മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നിനക്ക് കാണാം. നമ്മുടെ അനിയത്തിക്കുട്ടി അതിലെ മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിലെ മുറിച്ച് കഴിഞ്ഞില്ലേ? നമ്മളെ മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണിന്ന് വെച്ചാൽ നമ്മൾ വരടണം. ശരിയാണ്, വരടണം. വരട്ടാലേ നമ്മളെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് മസാല പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ വരടുന്നത്. അപ്പൊ നമ്മളെ ആദ്യത്തെ മീൻ്റെ വരട്ട് കഴിഞ്ഞിട്ട് ഒരു സൈഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ മീൻ്റെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഒരു പൊരിക്കലായി എടുക്കുക. നമ്മൾ ഓയിലിട്ടാൽ അടിപൊളി എടുത്ത് നമുക്ക് ഞാനെൻ്റെ അനിയത്തി പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അറിയിക്കാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ മീൻ
ആവശ്യത്തിന് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടോളൂ കേട്ടോ, അതിലായതുകൊണ്ട് മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടോളൂ. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. പിന്നെ മുളക് പൊടി മുളക് പൊടി അത്യാവശ്യത്തിന് ഇട്ടാൽ മതി. പക്ഷെ നമ്മള് മുളക് പൊടിയാണ് നമ്മൾ എരിവൊക്കെ നല്ലപോലെ ടേസ്റ്റ് ആക്കുന്ന മുളക് പൊടി ആവശ്യത്തിന് ഇടുക. പിന്നെ ജിഞ്ചർ ഗാർലിക്കിന്റെ നീരാണ് ഇടേണ്ടത് കേട്ടോ. ജിഞ്ചർ ഗാർലിക്കിന്റെ നീരിടണം. പിന്നെ പെരുംജീരകപ്പൊടി ഇടണം. ലൈം ഒഴിക്കണം. അര ലൈം ഒഴിച്ചാൽ മതി, അത്ര മതിയാവും. കുഴയ്ക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ ഇടണം കേട്ടോ. മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങക്ക് കാണാം. നമ്മള് മീന് മസാല തേച്ചെടുത്തിട്ടുണ്ട്, നിങ്ങക്ക് കാണാം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പൊരിക്കലാട്ടോ. ഞാൻ നേരെ പൊരിച്ചിട്ട് ഇനി ചെയ്യേണ്ട പണി എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഓയിൽ ഇടാന്നുള്ള പരിപാടി ഉണ്ടാവും. ഓയില് ഇടാം, പക്ഷെ നമ്മള് വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ആദ്യത്തിന് വെളിച്ചെണ്ണ ഇട്ടിട്ട് പൊരിക്കാനുള്ള പരിപാടി. ഇനി നമ്മളെ പണി എന്ന് വെച്ചാൽ ഈ കരുവേപ്പില നമ്മളെ ചൂടുള്ള ഓയിലേക്ക് ഇടാനുള്ള പരിപാടിയാട്ടോ. നമ്മളെ തവ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ വെളിച്ചെണ്ണയിലേക്ക് കണ്ടു നേരെ വെളിച്ചെണ്ണയിലേക്ക് ഇടാം. എവിടെന്ന് വെച്ചാൽ നമ്മളെ ചൂട് വെളിച്ചെണ്ണയിലേക്ക് അത് നമ്മൾ വേറെ സാധനം കേട്ടോ. നമ്മളെ ചോറ് ചൂടായി കൊണ്ടിരിക്കുന്ന കേട്ടോ. ഇനി നമ്മളെ ചൂട് വെളിച്ചെണ്ണയിലേക്ക് നമ്മളിതാ മീനിട്ടെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പൊരിച്ചെടുത്ത്. എന്താ പൊരിക്കുന്ന എടുക്കാൻ കഴിയാത്ത എന്റെ കൈയൊക്കെ പൊള്ളിട്ടത് വെച്ചിട്ട്, അതുകൊണ്ടാട്ടോ പൊരിക്കുന്ന എടുത്താത്ത. നിങ്ങൾക്ക് ഇതാ നമ്മളെ മീൻ ഇവിടെ കുട്ടപ്പനായിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതായി കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ കാണാം. ഔട്ട്.